ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്, ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ സെയിം നിങ്ങളുടെ നാട്ടിലെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മളുടെ ചാനലിലെ ടിപ്സ്. നേരെ മറിച്ച് ഡോക്ടർ തരുന്ന മെഡിസിൻസിനോടൊപ്പം ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങളും കൂടി ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് സ്വിങ്സ് പോസിനെ പറ്റിയിട്ടാണ്. ഇതൊരു ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ്. ഫെർട്ടിലിറ്റി എക്സസൈസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി, അതായത് നമ്മൾ അമ്മയാകാനായിട്ടുള്ള ഒരു ചാൻസ്, നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസ് എല്ലാം തന്നെ. ഇതിനോടകം ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ദിജോസ് വേൾഡ് എന്ന് യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ചാനൽ വിസിറ്റ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റി ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അതായത് നമ്മുടെ ഓവറീസിലോട്ട് ഉണ്ടാവും, എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് തിക്നെസ് ഉണ്ടാകും, യൂട്രസിന്റെ ആ ഒരു പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കും, ട്യൂബ് നല്ലതുപോലെ പ്രവർത്തിക്കാനായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും. ഇതെല്ലാമാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുന്നത്. പ്രഗ്നന്റ് ആകാൻ ട്രൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് നമ്മൾ എടുത്താലും എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. പലരും സെഡൻഡറി ലൈഫ് സ്റ്റൈൽസ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ബുദ്ധിമുട്ട് വരുന്നത്. അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ടിപ്സ് ഒക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ. ഇവിടെ സ്വിങ്സ് പോസ് നമ്മൾ ചെയ്യുന്നത് ഒരു കിടക്കുന്ന ഒരു പൊസിഷനിലാണ്. നമ്മൾ കമിഴ്ന്ന് കിടക്കില്ലേ, അങ്ങനെ യോഗ മാറ്റിലോ ബെഡിലോ നിങ്ങൾ കമിഴ്ന്ന് കിടക്കുക. ശേഷം നമ്മുടെ കൈ രണ്ടും കുത്തിയിട്ട് നമ്മൾ കോബ്ര പോസ് എക്സസൈസ് ചെയ്യാനായിട്ട് പോവില്ലേ, അതുപോലെ നമ്മുടെ രണ്ട് കൈപ്പത്തിയും കുത്തിയിട്ട് നമ്മൾ കമിഴ്ന്ന് കിടക്കുക. നമ്മുടെ ആ ഒരു കാൽപാദത്തിന്റെ അവിടെ, നമ്മുടെ ആ ഒരു കാലിന്റെ പോർഷനിൽ ബലം കൊടുത്തിട്ട് നമ്മൾ കിടക്കാനായിട്ട് നോക്കുക. കമിഴ്ന്ന് നന്നായിട്ട് കിടന്നതിന് ശേഷം നമ്മൾ തല കുമ്പിട്ട് തല ഉയർത്തി മുകളിലോട്ട് കൊണ്ടുവരാം. ഞാൻ ഇമേജ് കൊടുത്തേക്കാം കേട്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു ഇമേജ് ഞാൻ കൊടുത്തേക്കാം. വേറെ ഒന്നുമില്ല, നിങ്ങൾ കമിഴ്ന്ന് കിടക്കുക. നമ്മൾ കമിഴ്ന്ന് കിടത്തി കഴിയുമ്പോഴേക്കും തല നല്ലതുപോലെ ഉയർത്തുക. നമ്മുടെ അപ്പർ ബോഡി ഉയർത്താനായിട്ട് നോക്കുക. ഇതൊരിക്കലും അപ്പർ ബോഡി പൊക്കിയെടുത്തുകൊണ്ട് വരാനല്ല, ജസ്റ്റ് ഒരു റൈസ്, നമ്മൾ ആ ഒരു കോബ്ര പോസിനൊക്കെ നിൽക്കുന്നത് പോലെ തല മാത്രം ഒന്ന് പൊക്കിക്കൊണ്ട് വരിക. തല മാത്രം പൊക്കിയിട്ട് നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനുശേഷം ആ എയർ നല്ലോണം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പയ്യെ നമുക്ക് പറ്റുന്ന അത്രയും സമയത്ത് നമ്മൾ ആ ഒരു ബ്രീത്ത് ഇൻ ചെയ്ത് നിൽക്കുക. അതിനുശേഷം മുഖം താഴ്ത്തി ആ ഒരു ബെഡിലോട്ട് തന്നെ മുഖം കൊണ്ടുവരിക. എഗെയിൻ നമ്മൾ കമിഴ്ന്ന് കിടക്കുക. തലഭാഗം നമുക്ക് പൊക്കാൻ പറ്റുന്ന, നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗം വരെ നമുക്ക് പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് പൊക്കുക. എഗെയിൻ നമ്മൾ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മുഖം നിലത്ത് മുട്ടിക്കുക. ഇങ്ങനെ ഒരു 50 മിനിറ്റ്സോളം ഈ ഒരു എക്സസൈസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പോസ് കൊടുക്കുന്നത്, നമ്മളൊരു കോബ്ര പോസ് ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു എക്സസൈസും ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് കാണാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് പെയിൻ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതിലൊരു റിലീഫ് കിട്ടും. കാരണം നമ്മുടെ ബാക്കിന്റെ പോർഷൻ ഒന്ന് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണത്. നമ്മൾ നല്ലതുപോലെ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് പൊങ്ങുന്ന സമയത്ത് ഒരു പ്രഷർ ഫീല് നമുക്ക് നടുവിന്റെ ഭാഗത്ത് ഫീൽ ചെയ്യും. ഇത് നമ്മുടെ നടുവിന്റെ പോർഷൻ നന്നായിട്ട് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റ് തരും കേട്ടോ. അതുകൊണ്ട് ബാക്ക് ബോൺ സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോസ് സഹായിക്കുന്നുണ്ട്. രണ്ടാമത് നമുക്ക് ബെനഫിറ്റ് കിട്ടുന്നത് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തോട്ട്, നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിലോട്ട്, ബട്ടോക്സിന്റെ ഭാഗത്തോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ബാക്ക് പോർഷൻ, നമ്മുടെ ലോവർ ബാക്ക് പോർഷനിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ ബെനിഫിറ്റ് കിട്ടുന്നത് അബ്ഡോമൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഓർഗൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്.
എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ലോവർ അബ്ഡമൻ പോർഷനിലാണ്. അതുകൊണ്ട് അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോൾ നമ്മളൊരു സ്ലൈഡിന്റെ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു സീസോയിന്റെ പൊസിഷനിൽ നമ്മൾ നിന്നിട്ട് അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോഴേക്കും എല്ലാ അവയവങ്ങൾക്കും നന്നായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ ഇതിലൂടെ കൊടുക്കുന്നു. ഓവറീസിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ആ ഒരു ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് എത്തണം. പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ മുതൽ ഫോളിക്കിൾസ് അവിടെ ഗ്രോ ആകാനായിട്ട് തുടങ്ങുമ്പോൾ ആ സമയത്തൊക്കെ ഇതുപോലുള്ള എക്സസൈസ് ചെയ്യുന്നത് ഓവറീസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ക്വാളിറ്റിയുള്ള എഗ്ഗ് റപ്ചർ ആകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഓവറീസിന് കിട്ടുന്ന ബെനിഫിറ്റ്. രണ്ടാമത്, ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഫലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഇത് പ്രിവെന്റ് ചെയ്യുന്നു. ട്യൂബിലോട്ടും നല്ല ഫോഴ്സിൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോഴേക്കും അവിടെ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഇത് കുറയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ യൂട്രസിലോട്ടാണ്. യൂട്രസിലെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണാകുന്നതിന് വേണ്ടിയിട്ട് അതിലോട്ട് രക്തയോട്ടം നന്നായിട്ട് പോകണം. ആ ഒരു സപ്പോർട്ടും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നു. എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വളർന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും സിറ്റുവേഷൻസ് ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് അവിടെ ഗ്രോ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു എഫക്റ്റും ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നു. നാലാമതായിട്ട് നമ്മുടെ സെർവിക്സിലോട്ടുള്ള രക്തയോട്ടം ഇത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിലാണ് ഈ എല്ലാ ഓർഗൻസും സ്ഥിതി ചെയ്യുന്നത്. സെർവിക്സിലോട്ട് കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സെർവിക്സിന് നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് സ്പേമിന് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനും അതിന് നന്നായിട്ട് ട്രാവൽ ചെയ്ത് പോയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ വജൈനയും ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതും നമ്മുടെ പെൽവിക്കിന്റെ ഭാഗം, നമ്മുടെ ബാക്ക് പെയിൻ ഇതെല്ലാം റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ഷോൾഡർ സ്റ്റെബിലൈസ് ചെയ്യുന്നു. പല ആളുകൾക്കും ഷോൾഡറിൽ ഒരു പെയിൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, കഴുത്തിന് കീഴ്പോട്ടേക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു പ്രഷർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം നന്നായിട്ട് സ്ട്രെച്ച് ആകുന്നുണ്ട്, ഫ്ലെക്സിബിൾ ആകുന്നുണ്ട്. ഇതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വരികയും അതുപോലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എപ്പോൾ മുതൽ ഈ എക്സസൈസ് ചെയ്യാമെന്ന് നോക്കാം. പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. കാരണം നമ്മുടെ ബോഡി കംഫർട്ടബിൾ ആയിരിക്കും. ഈ ഒരു സമയത്ത് കമിഴ്ന്ന് കിടന്നാൽ മതിയല്ലോ. ഒരുപാട് നേരം പ്രഷർ കൊടുത്തിട്ട് ചെയ്യാതെ ഒരു 2 തവണയോ 3 തവണയോ പീരിയഡ്സിന്റെ സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. എക്സസ് ഫ്ലോ ഉള്ള സമയത്ത് മാത്രം 2-3 തവണ ചെയ്താൽ മതി. അതല്ലാതെ ബ്ലീഡിങ് നിൽക്കുന്ന സമയത്ത് ഒരു 10 to 15 മിനിറ്റ്സ് വരെ, അല്ലെങ്കിൽ മാക്സിമം ഒരു 30 തവണയോ അല്ലെങ്കിൽ അത് പറ്റുന്നില്ലെങ്കിൽ ഒരു 15 തവണയെങ്കിലും ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക. തുടക്കക്കാരാകുന്ന ആളുകൾ ഒരു 10 തവണ ചെയ്താൽ മതി. ദെൻ കൗണ്ട് കൂട്ടി കൊണ്ടുവരിക. നമ്മൾ ജസ്റ്റ് കഴുത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ സമയത്ത് നമുക്ക് കഴുത്ത് അങ്ങനെ അത്രയും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് പോവുക. എത്രത്തോളം ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് നിങ്ങൾ ചെയ്തിട്ട് ഒരുപാട് പ്രഷർ കൊടുക്കാതെ തന്നെ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്ത് പോവുക കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ചെയ്യാം. പിന്നെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കമിഴ്ന്ന് ഈ ഒരു രീതിക്ക് ചെയ്യാവോ എന്നുള്ളത്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ ഒരു 5-10 മിനിറ്റൊക്കെ നമ്മൾ കമിഴ്ന്ന് കിടന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മുടെ പ്രഗ്നൻസിക്ക് ഒന്നും സംഭവിക്കില്ല. ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ട. അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരാണ്, ഒരുപാട് പ്രഷർ ഞാൻ അബ്ഡമൻ ഭാഗത്ത് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് എത്രത്തോളമാണ് ഈ ഒരു എക്സസൈസ് ചെയ്തത് അതിനേക്കാളും കുറഞ്ഞ നേരം ഈ ഒരു എക്സസൈസ് ചെയ്താൽ മതി. അതായത് നേരത്തെ നമ്മളൊരു 15 തവണ ചെയ്യുന്നുണ്ടെങ്കിൽ 15 തവണ ബ്രീത്ത് ഇൻ ചെയ്യുന്നു. അതായത് ബ്രീത്ത് ഇൻ ഒരു തവണ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് പിന്നെയും ബ്രീത്ത് ഇൻ ചെയ്ത് പിന്നെയും ബ്രീത്ത് ഔട്ട് ചെയ്ത് ഇതൊരു 15 ടൈംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുന്ന ഒരു സമയത്ത് നിങ്ങളൊരു 10 ടൈംസോ അല്ലെങ്കിൽ ഒരു 5 ടൈംസോ ഒക്കെ ചെയ്താൽ മതി. ബാക്കിയുള്ള എക്സസൈസുകളും ഇതിനോടൊപ്പം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടാനായിട്ട് സാധ്യമായിട്ടുള്ള ടിപ്സാണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യുക. ഒപ്പം ഹസ്ബൻഡിനോടും ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് പറയുക. കാരണം ലോവർ അബ്ഡമൻ പോർഷനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. പുരുഷന്മാരുടെ ലോവർ അബ്ഡമൻ ഭാഗത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. ആ ഒരു ഹോർമോൺസ് എല്ലാം നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും സ്പേം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഗ്രോ ആകുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു കപ്പാസിറ്റി ഹസ്ബൻഡിനും കിട്ടും കേട്ടോ. സ്ത്രീകളും പുരുഷനും ഒരുമിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ.
ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.